അതെ, തൃശ്ശൂർ പൂരത്തിനെ പറ്റിയിട്ടുള്ള പുസ്തകം വിനോദ് കണ്ടങ്കാവ് എഴുതിയത് മധ്യ കേരളത്തിന്റെ ഉത്സവ ആഘോഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കേരളത്തിന്റെ പൂരചരിത്രം എങ്ങനെയുണ്ട്? എന്താണ് ഈ പൂരത്തിന്റെ ഇപ്പൊ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള സാന്നിധ്യം? തെക്കേ ഗോപുരം തുറക്കുന്നത്. തെക്കേ ഗോപുരം തുറക്കാനായിട്ട് ശക്തൻ തമ്പുരാൻ ചുമതല ഏൽപ്പിച്ചത് നെയ്തലക്കാവ് ഭഗവതിയാണ്. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. പഴയ കാലത്ത് ഈ കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം ഉള്ളത്, വിയ്യൂരടുത്ത്. ഈ കുറ്റൂർ ദേശത്ത് നിന്ന് ഒരു സ്ത്രീയെ കൊച്ചി മഹാരാജാവ് വിവാഹം കഴിച്ച് കൊണ്ടുപോയി. ഈ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരമായ തൃപ്പൂണിത്തറയിൽ മണ്ഡലമാസത്തിൽ എല്ലാ ദിവസവും ഓരോ ഭഗവതിമാർക്ക് കളമ്പാട്ട് നടത്താറുണ്ട്. അപ്പോൾ ആ കളമ്പാട്ട് നടത്തുമ്പോൾ ഒരു വർഷം കളമ്പാട്ട് നടത്തിയിട്ട് ഓരോ ദിവസവും കളമ്പാട്ട് നടത്തുമ്പോഴും ഭഗവതിമാർ വന്ന് കളം കൊള്ളുന്നില്ല. അതായത് തുള്ളി ആ കളം മാറ്റുന്ന അല്ല, അങ്ങനെയല്ല. അപ്പോൾ ഈ നാട്ടിലത്തെ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭഗവതിക്ക് കളം നടത്തുകയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ വന്ന് കളം കൊണ്ടേനെ എന്ന് പറഞ്ഞത് രാജാവിനെ ചൊടിപ്പിച്ചു അത്രേ. രാജാവ് ഈ സ്ത്രീയെ കൽത്തുറുങ്കിൽ അടച്ച് ചുറ്റും ആനച്ചങ്ങല പൊഴിപ്പിച്ചിട്ടു. അതേസമയം തന്നെ ഇവിടെ ഈ എന്താ പറയുക, എൽത്തുരുത്തെ കായലിൽ കൈറ്റൊട്ട ദേവുകായിരുന്ന കോമരത്തിന് വെളിപാടുണ്ടാവുകയും അദ്ദേഹം ആ വാളും ചിലമ്പും പരിചയമെടുത്ത് വഞ്ചി വഴി കൊടുങ്ങല്ലൂർ കായലിലൂടെ തൃപ്പൂണിത്തറയിലെത്തുകയും ആ പഴുപ്പിച്ച ആനച്ചങ്ങല കഴുത്തിലെടുത്തിട്ട് അവരെ മോചിപ്പിച്ചു എന്നുമാണ്. അന്ന് മുതൽ കൊച്ചി രാജാവിനെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. കണക്ഷൻ ഉണ്ട്. അത് അവരുടെ പരദേവതയാണ്. ഈ കൊച്ചി രാജാവ് അന്നു മുതൽ ഇന്നത്തെ ഗാദി ഇരിക്കുന്ന സ്ഥലം രാജാവിൻ്റെ സ്ഥലമാണ്. ആ സ്ഥലത്ത് കൊച്ചി രാജാവ് അവിടെ ഇരുന്ന് പൂരം കാണുകയാണെങ്കിൽ മറ്റ് ഘടകപൂരങ്ങളൊക്കെ വരുമ്പോൾ ഇരുന്ന് പൂരം കാണുകയും നെയ്തലക്കാവിലമ്മ ആ വഴിയിലൂടെ വരുമ്പോഴാണ് എണീറ്റ് നിന്ന് വണങ്ങാറുള്ളതും അവരെ പൂരം കാണാൻ. ഞങ്ങൾ ശ്രീധരൻ നേരത്തെ രാവിലെ പറഞ്ഞുള്ളൂ, നെയ്തലക്കാവ് അമ്മ ഒരു വിളക്ക് കത്തിച്ച പോലെയുള്ള സൗന്ദര്യത്തായിട്ട് നെയ്ത്താലത്തിൽ വരികയാണെന്നാണ് അതിന്റെ. അല്ല, സത്യത്തിൽ ഇതിനെ കുറിച്ച് ആളുകൾക്ക് ധാരണയില്ല. ഇപ്പൊ വിനോദ് കണ്ടങ്കാവിൽ ഇത് പറഞ്ഞപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ സാധനം എത്തിയത്. കുറച്ച് ആളുകളിലേക്ക് മുഴുവൻ മാത്രമാണ് ഈ ചരിത്രം എത്തിയിരുന്നത്. ദിവിഷൻ അറിയായിരുന്നു? ഇല്ല, ഇത് പഴയന്നൂർ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പഴയന്നൂർ ഭഗവതി കൊച്ചി രാജാക്കന്മാർ തമ്മിലുള്ള ബന്ധം, അത് വടക്കുന്നാഥൻ ഈ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് സത്യത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയുന്ന, ഇത് എൻ്റെ ഒരു സീനിയർ കൂടിയാണ്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ടെന്ന് വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ്. ഈ പൂരത്തിൻ്റെ തിരക്കും ബാക്കി തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ചൂട് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടല്ലേ ഇവിടുത്തെ? എന്ന് പറഞ്ഞാൽ പൊടിവാറല്ലോ. ഇവിടെ ഈ ഇതിൽ ജനാധിപത്യം വിജയിക്കണ്ടേ? ഈ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കാനുള്ള അന്തിമമായ പോരാട്ടത്തിലാണ്. അത് ജനാധിപത്യത്തിന് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ശക്തി വിജയിക്കും. പിന്നെ പൂരം എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരുടെ ഒരു ഹൃദയ വികാരമാണ്. അടിച്ച് പൊളിക്കാൻ വേണ്ടി എന്ത് ചൂട് വന്നാലും, ഈ ചൂടും വേർപ്പാണ് ഈ പൂരത്തിൻ്റെ വലിയ ഒരു സന്ദേശം. വേർക്കുന്നവന്റെ ആഘോഷമാണ്. അതിപ്പോ ട്രോള് വന്നിട്ടുണ്ട്, സൂര്യൻ ഇങ്ങനെ നാണിച്ച് തല എഴുതി വെക്കാന്ന് തൃശ്ശൂർക്കാരുടെ അടുത്ത് നോക്കിയിട്ട്. തൃശ്ശൂർക്കാരെ എല്ലാവരും പൂരത്തിന് വേണ്ടി. ലോകത്ത് എവിടെ മലയാളി ഉണ്ടോ, തൃശ്ശൂർക്കാരുണ്ടോ? ഞാൻ തൃശ്ശൂർക്കാരനാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണത് നമ്മൾ പലയിടത്തും പ്രവാസികളൊക്കെ പലയിടത്തും എത്തിയിട്ടുണ്ട്. ദുബായിൽ വെള്ളപ്പൊക്കമാണെങ്കിൽ പോലും എങ്ങനെയൊക്കെയോ ഏതൊക്കെ വഴിക്കിടെ ഇവിടെ എത്തിയ ആളുകളുണ്ട്.